ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലേ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ഒരു ലൈക്കും കൂടി അടിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ നമ്മുടെ വസന്തര മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശി ഇങ്ങനെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ പെട്ടിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ആഭരണങ്ങളുടെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അബി ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ്. അബി ഇത് കാണുന്നുണ്ട്. ഈ ആഭരണങ്ങളൊക്കെ തനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ അയ്യോ താനിപ്പോ കോടീശ്വരനായനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ നോക്കുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ വസന്തര നോക്കുമ്പോൾ അഭി അവിടെ വന്ന് നിന്ന് നോക്കുന്ന കാണും. അപ്പൊ അഭിനെ ഇങ്ങനെ വിളിക്കുക, എടാ മോനെ നീ വന്നേടാന്നും പറഞ്ഞു. അപ്പൊ നമ്മുടെ അഭി അടുത്തേക്ക് ചെന്നിട്ട്, എന്താ മുത്തശ്ശി? അത് പിന്നെ ഈ ആഭരണങ്ങളൊക്കെ ആർക്കുള്ളതാണെന്ന് അറിയാമോ? നിന്റെ ഉള്ളതാടാ, നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ ഈ ആഭരണങ്ങള് ഞാനിപ്പം നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്. അയ്യോ മുത്തശ്ശി, അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. ആഭരണങ്ങളൊക്കെ വേണ്ടായിരുന്നല്ലോ, എന്തിനാ വെറുതെ? ആഹാ, നീയാണോ ഈ പറയുന്നത്? അല്ല, ആഭരണമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വെറുതെ വിടുന്നതല്ലായിരുന്നല്ലോ. ഏതായാലും ഇത് നിന്റെ ഭാര്യയ്ക്കുള്ളത് തന്നെയാണ്. ആ, ഇത് നിന്റെ ഭാര്യയ്ക്ക് നീ കൊണ്ട് കൊടുക്കണം. ഇത് ഇട്ടുകൊണ്ട് വേണം അവൾ ഈ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരാനായിട്ട്. അയ്യോ, അത് പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. അവൾക്ക് ഒത്തിരി സ്വർണ്ണങ്ങൾ മുത്തശ്ശി തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് ഇരട്ടി സന്തോഷമാ. അനന്തപുരി തറവാട്ടിലെ ഒരു പേരക്കുട്ടീനെ തന്നിരിക്കില്ലേ നിന്റെ ഭാര്യ. അപ്പൊ അവൾക്ക് അതിൻ്റെതായ സ്ഥാനം കൊടുക്കുക തന്നെ വേണം. സന്തോഷവും കൊടുക്കണം. അവൾക്ക് സന്തോഷം കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാ. നയനെ പോലെയൊന്നുമല്ല. ഇവക്ക് ആഭരണങ്ങളോടും സ്വർണത്തോടും ഡ്രസ്സുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലേ. അതുകൊണ്ട് മോക്ക് ഇത് കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാവും. മോനൊരു കാര്യം ചെയ്യും, ഇത് മോന് അവക്ക് കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് നിന്നോടൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇത് വിറ്റേക്കരുത്, അല്ലെങ്കിൽ പണയം വെച്ചേക്കരുത്. ഇത് കൊടുക്കേണ്ടത് നവ്വിക്കാണ്. അവളുടെ കയ്യിൽ തന്നെ ഇത് കറക്റ്റായിട്ട് എത്തിയിരിക്കണം. അവൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ, ഇത് അവളുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നീ അങ്ങനത്തെ പരിപാടി കാണിക്കരുത്. ഷോ, എന്ത് വർത്താനം മുത്തശ്ശി പറയുന്നത്? പണ്ടത്തെ അഭിയല്ല ഈ നിൽക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കുന്ന, കുഞ്ഞിനെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന അഭിയാണെന്ന് മുത്തശ്ശി മറന്നുപോയി. അതുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത്. നീ മാറിയതൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു മാറ്റം നിനക്കുണ്ടെങ്കിൽ നല്ലതാണ് മോനെ. ഏതായാലും മോനിപ്പോ ചെല്ല്, ഇത് നീ നിന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്ക്. എന്നിട്ട് നീ നിന്റെ ഭാര്യേനെയും കുഞ്ഞിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വാ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അഭി ആഭരണമായിട്ട് നേരെ ചെല്ലുന്നത് റൂമിലേക്കാ. അങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക, ശോ, ഇത് കുറച്ച് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ ഇതേപോലെ തന്നെ ഉള്ളത് പണിയിപ്പിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ പണിയിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. പണിയിപ്പിക്കാൻ കുറച്ച് ദിവസം താമസം ഉണ്ടല്ലോ. അപ്പൊ ഏതായാലും അവള് വരുമ്പം ഇത് കഴുത്തിലുണ്ടോ ഇല്ലയോ എന്ന് മുത്തശ്ശി നോക്കും. അപ്പൊ എന്റെ ഒരു കള്ളക്കളി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ ആഭരണമായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പൊ അവിടെ അടുത്ത ആള് നിൽക്കുന്നു, നമ്മുടെ ജലജ. ജലജ, എടാ ഇതെവിടെ നാടാ ഈ ആഭരണങ്ങളൊക്കെ? അത് പിന്നെ ഇത് മുത്തശ്ശി തന്നതാ. അയ്യോ, എന്ത് രസമുള്ള ആഭരണങ്ങളാടാ. അയ്യോ, കാണാൻ എന്താ ഭംഗി. അല്ല, ഇത് മുത്തശ്ശി തന്നതാണോ? ഇനിയിപ്പൊ നീ സ്വർണ്ണക്കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതാണോ? എന്റെ അമ്മ പോ, അമ്മയൊന്ന്. സ്വർണ്ണക്കടയിൽ ഇത്ര പഴയ സ്വർണ്ണങ്ങൾ കാണുമോ? ഇത് മുത്തശ്ശി തന്നതാ നവ്വിക്ക് കൊടുക്കാനായിട്ട്. നവ്യക്ക് കൊടുക്കാനോ? ഏയ്, അത് പാടില്ല. നവ്യക്ക് നീ ഇതൊന്നും കൊണ്ട് കൊടുക്കാൻ പാടില്ല. നവ്യക്ക് എന്തിനാ ഇത് കൊടുക്കുന്നത്? അവക്ക് ഇപ്പൊ തന്നെ കുറെ സ്വർണ്ണങ്ങൾ ഇവിടുന്നും അവിടെ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, കുട്ടിക്ക് എന്ത് സ്വർണ്ണം 28 കിട്ടുന്ന ഇവിടുന്ന് തന്നെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 10-25 പവൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടേ ഈ മാലയൊക്കെ അമ്മയ്ക്ക് താമോനെ. അമ്മ ഇതൊക്കെ ഒന്ന് ഇടട്ടെ. ഓ, കണ്ടിട്ട് തന്നെ കൊതിയാവുക. എന്താ രസം. ഇതുപോലത്തെ മാലയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ. അമ്മേ, മര്യാദക്കിരുന്നോ. ഇത് ഞാൻ ഇനിയിപ്പം അവക്ക് കൊടുത്തില്ലെങ്കിൽ ഇവിടെ എല്ലാവരും അറിയും. എന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും. അതുകൊണ്ടാ എന്റെ പൊന്നമ്മേ, അമ്മ ഒന്ന് സമാധാനപ്പെട്. ഇത് തിരിച്ച് നമ്മുടെ കൈകളിൽ തന്നെ എത്തും. എവിടെന്ന് നിന്റെ ഭാര്യയുടെ കൈ കിട്ടിയിട്ടുണ്ട്, ഇത് തിരിച്ച് നമ്മുടെ കയ്യിൽ എത്തുന്ന എന്താണ് എത്ര ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അവളെ ഇത് നിനക്കൊരാവശ്യം വന്നാൽ പണയം വെക്കാൻ കൂടി തരത്തില്ല. ആരാ പറഞ്ഞത് അവള് പണയം വെക്കാൻ തരത്തില്ലെന്ന്? പഴയ നവ്യല്ല ഇപ്പം. അതെ, നവ്യക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്ന വരയിൽ അവള് നിൽക്കും. എന്താ അമ്മ വിചാരിച്ചത്? പഴയ ആദർശേട്ടനല്ല ഇപ്പൊ ഈ വീട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നിലയും വിലയും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, അവൾ ഇനി നമ്മൾ പറയുന്നത് കേട്ട് നമ്മൾ പറയുന്നതനുസരിച്ച് നമ്മുടെ കൂടെ നിൽക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്തു കൂട്ടിയെന്നാ മോനെ നീ പറയുന്നത്? ചെയ്തു കൂട്ടിയത് എന്താണെങ്കിലും നവ്യ ഇങ്ങോട്ട് വരട്ടെ. അവൾ ഇനി നമ്മുടെ സൈഡിലായിരിക്കും. അവൾ ആ പെൺകൊച്ചിനെ ഉണ്ടല്ലോ വെളി ചാടിക്കാൻ നോക്കുക. അവളുടെ കുട്ടിക്ക് കിട്ടാത്ത സ്നേഹം ആ പെൺകുട്ടിക്ക് കിട്ടുമ്പം അവള് സഹിക്കുവോ?
ഒരിക്കലും നവ്യ അല്ല, സോറി നയന അല്ല നവ്യ. അങ്ങനെയുള്ള സഹനശേഷിയൊന്നും അവക്കില്ല. സ്വന്തം കാര്യം ചിന്താവ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവക്കുണ്ടല്ലോ. അതൊക്കെ നമുക്ക് മുതലെടുക്കണം. അത്യാവശ്യം കാര്യങ്ങൾ പൊടിയും തൊങ്ങലും ഒക്കെ കൂട്ടി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ചേച്ചി അനിയത്തിയും അടിച്ചങ്ങ് പിരിയും, ഒട്ടക്കി പിരിയും. അതാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കേൾക്കാൻ നല്ല രസമുണ്ട് മോനെ. ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. ഇത് നടക്കില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതൊക്കെ നടക്കുമേ, ഇതൊക്കെ നടന്നിരിക്കും. ഇനി ഈ അഭിയായിരിക്കും ഈ വീട്ടിലെ താരം. താരം എന്ന് നീ പറയുന്നുണ്ട്. ഇതുവരെ ഒരു ബ്രാഞ്ചിന്റെ ചുമതലയും നിനക്ക് തന്നിട്ടുണ്ടോ നിന്റെ മുത്തച്ഛൻ? ആ കിളവനോട് പോയി പണി നോക്കാൻ പറ. ആ കിളവൻ എനിക്ക് ഒരു ബ്രാഞ്ചിന്റെ ഇത് തരേണ്ട കാര്യമില്ല. പക്ഷേ നവ്യ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ആ കിളവന് ബ്രാഞ്ചിന്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കേണ്ടി വരും. അതിനൊക്കെയാണല്ലോ അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. നോക്കിക്കോ, എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സ്വർണ്ണമുട്ടയിടുന്ന താറാവാ ഇപ്പം നവ്യ. അവളെ ഞാനൊരു പരുവാക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ ജലജോടി ഇങ്ങനെ പറയാണ്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയന കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ചന്തുമോളും അടുത്തുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ മുത്തശ്ശിയുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ വന്നിട്ട് ഓ കണ്ടില്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പൊ ഇവിടെ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് ഈ കുരുപ്പ് കാരണം. ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ജലജ നിനക്ക് എന്ത് സൂക്കേടാ? ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അയ്യോ, ഞാൻ പറഞ്ഞതിലാണോ അമ്മേ തെറ്റ്? ഈ കുരുപ്പ് കാരണമാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏടത്തിയുടെ സമാധാനം പോയി, ആദർശിന്റെ സമാധാനം പോയി. ചെയ്തു വെച്ചിട്ട് പിന്നെ സമാധാനം പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഇനിയിപ്പൊ ഇവിടെ ഭൂകമ്പമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇവളെല്ലാം സഹിക്കും. നയന ഇവള് ഭയങ്കര സഹനശേഷിയുടെ രാജകുമാരിയാണല്ലോ. ഇവളുടെ അച്ഛനും അമ്മയും ഇതൊക്കെ സഹിക്കുന്ന തോന്നുന്നുണ്ടോ അച്ഛനും അമ്മയ്ക്കും? ഒരിക്കലും ഇവളുടെ അച്ഛനും അമ്മയും ഇതൊന്നും സഹിക്കാൻ പോകുന്നില്ല. മിക്കവാറും ഒരു യുദ്ധമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. യുദ്ധത്തിന് കൊടിയേറാൻ പോവുക. അവൾ ഇങ്ങോട്ട് വരട്ടെ നവ്യ, അത് കഴിയുമ്പോ കാണാം. ഈ പെങ്കൊച്ചിനെ അതിനു മുമ്പ് ഇവിടെ നിന്ന് പോകച്ച് വെളിയിൽ ചാടിച്ചോ. ഈ വിഷവിത്തിനെ ഇവിടെ കയറ്റിയോണ്ടാ ഇത്രമാത്രം വിഷം ഇവിടെ പടർന്നത്. ഇത് കേട്ട് നയന പറഞ്ഞു, നിർത്തുന്നുണ്ടോ? എന്തിനാ അപ്പച്ചി ഇങ്ങനെയൊക്കെ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറയുന്നത്? ദേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? നിങ്ങൾ ഏത് വഴിയാ ഈ വീട്ടിൽ കയറി വന്നതെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ല. പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഈ പിഞ്ചു കുട്ടിയെ വേദനിപ്പിക്കുന്നത്? ദേ ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസം തന്നെയാ. അതുപോലെ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ആര് തള്ളി പറഞ്ഞാലും എൻ്റെ ഭർത്താവിനെ ഞാൻ തള്ളി പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ദേ കൂടുതൽ നിന്ന് സംസാരിക്കാതെ ഇപ്പം അടുത്ത കാര്യം എന്താ? ഇപ്പം അപ്പച്ചി നേരെ പോവല്ലേ എൻ്റെ വീട്ടിലേക്ക് നവ്യനെ കൊണ്ടുവരാൻ? ആ കാര്യം നോക്ക്. അല്ലാതെ ചൊറിയുന്ന വർത്താനം പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോൾ എൻ്റെ വായിന്ന് നല്ലത് കേട്ടെന്നിരിക്കും. ലാസ്റ്റ് വായിന്ന് കേട്ട് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് അപ്പച്ചി ഇപ്പൊ ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ ജലജനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ജലജ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു വകതിരിവും ഇല്ല. അവക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ മതിയല്ലോ. ഭർത്താവ് ആരുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം? ആരുടെ കൂടെ പോയില്ലല്ലോ എന്താ കുഴപ്പം? അയ്യോ എന്തൊരു സാധന ഇവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ജലജ അങ്ങ് പോകുന്നത്. ഈ സമയത്ത് നമ്മുടെ മുത്തച്ഛനെ കാണിക്കുക. അപ്പൊ മുത്തച്ഛന്റെ അടുത്തേക്കാണെങ്കിൽ ദേവയാനി ചെന്നിട്ട് അല്ലച്ച എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ നയന നമ്മുടെ മോനെ വിശ്വസിച്ചു. പക്ഷെ ഈ പറയുന്ന ഗോവിന്ദനും കനകദുർഗയും ഒക്കെ വരുമ്പം ഇവരെ വിശ്വസിക്കണമെന്നുണ്ടോ? എൻ്റെ മോനെ വിശ്വസിക്കണമെന്നുണ്ടോ? വിശ്വസിക്കണമെന്നില്ല. മോളെ ദേവയാനി, നീ നിന്റെ മകനെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. നീ നിന്റെ മകനെ വിശ്വസിച്ചില്ല. പക്ഷെ നയനെ വിശ്വസിച്ചു. സാധാരണ മക്കളോട് അമ്മമാർക്കൊരു വിശ്വാസം കാണും. ആ വിശ്വാസമല്ലേ നീ വലിച്ചെറിഞ്ഞത്? നീ നിന്റെ മകനെ വിശ്വസിച്ചില്ല, പക്ഷെ നയനെ വിശ്വസിച്ചു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ദേ ആരെങ്കിലും പറഞ്ഞോ ആദർശിന്റെ മകളാ ചന്തുമോളെന്ന്? അത് പിന്നെ അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ എൻ്റെ മകളാ ചന്തുമോളെന്ന്. അല്ല, അവൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോ ചന്തുമോള് നിന്റെ അല്ല അവന്റെ മകളാണെന്ന്? പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ ഇത്ര സംശയം? അല്ല, ജലജയും അതുപോലെ തന്നെ ജാനകിയും എല്ലാവരും കൂടി എന്നെ ഇട്ട് കുത്തി അവര് പണ്ട് നിന്നെ കുത്താറില്ലേ? അവര് നിന്നെ മാത്രമാണോ കുത്തുന്നത്? ഒരു ശകലം കടുക്കുമണിയോളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് ഈ ജലജ ഊതി പേരിപ്പിച്ച് അത് ബലൂണിന്റെ അത്രവാക്കും. അത് ലാസ്റ്റ് പൊട്ടിപ്പോകുകയും ചെയ്യും, ഉപകാരപ്പെടുത്തുമില്ല. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ മോളെ. പിന്നെ നീ എന്തിനാണ് നിന്റെ മോനെ സംശയിക്കുന്നത്? പിന്നെ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി
ഇനി ആദർശ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാലോ. ഒരിക്കലും ഈ മുത്തച്ഛൻ അച്ഛൻ അടങ്ങിയിരിക്കില്ല. കാരണം ഈ അച്ഛൻ അതുപോലെയാണ് കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നതൊക്കെ. ഒരു പെണ്ണിനെ ആദർശ് ചതിച്ചെന്നറിഞ്ഞാല് പിന്നെ ഒരിക്കലും ഞാൻ സഹിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അച്ഛൻ പറഞ്ഞിട്ടില്ല. എങ്കിലും 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 എനിക്ക് നിനക്ക് ഒന്നുമില്ല, നിനക്ക് ഒന്നും അറിയില്ല. നീ നിന്റെ മകനെ വിശ്വസിക്ക്. മരുമകളെ നീ സ്നേഹിക്കുന്നുണ്ട്, ആ സ്നേഹമൊക്കെ നല്ലതാണ്, സ്നേഹിക്കേണ്ടെന്ന് നീ പറയണ്ട. പക്ഷേ മകനെ വിശ്വസിക്കാതെ ഇരിക്കരുത്. അവന്റെ ഭാര്യ അവനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീയും വിശ്വസിച്ചേ പറ്റൂ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം എല്ലാം മാച്ചുകളാ. ഒരു കാര്യം മാത്രം നീ വിശ്വസിച്ചാൽ മതി. ആദർശിന്റെ മോളല്ല ചന്തുമോള്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ദേവയാനിക്ക് എവിടെ നിന്ന് കുറച്ച് സമാധാനമൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന നന്ദാവനമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കനക കുഞ്ഞിനെ കൊഞ്ചിക്ക. എന്റെ പത്മനാഭ, നീ പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാ എന്റെ കുഞ്ഞിനെ കാണുന്നത്? അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വന്ന് കാണത്തില്ലേ? ഞാൻ വരും. അമ്മൂമ്മയ്ക്ക് ഒത്തിരി ദിവസം ഒന്നും കാണാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അമ്മയോട് പറയണം, അമ്മൂമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യണമെന്ന് കേട്ടോ. അനന്ത പത്മനാഭ, ഇപ്പൊ അമ്മ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട. കുഞ്ഞിനെ വീഡിയോ കോൾ വഴിയോ നേരിട്ടോ ഒക്കെ കാണാലോ. അതൊക്കെ നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ നിസ്സാരമാ. എങ്കിലും എന്തോ നിങ്ങൾ പോകുമ്പോ വീട് ഉറങ്ങും. അതൊക്കെ എനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും അമ്മേ. ചിലപ്പോ ഈ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറും. മോളെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഒന്നുമില്ല. എന്നാലും നയനെ സമ്മതിക്കണം. അവളെപ്പോലെ സഹനശേഷിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അതിപ്പോഴാണോ നിനക്ക് മനസ്സിലാവുന്നത്? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും സഹിക്കുന്നവളാ എന്റെ മോള്. എങ്കിൽ പിന്നെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ഒരുപാട് പാവമായി കഴിഞ്ഞാലേ പലരും നമ്മളെ ചവിട്ടി മെതിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് മനസ്സിലാക്കണം മോളെ. നൂലുകെട്ടിന് എല്ലാവരും ഇവിടെ വന്നപ്പം ആദർശ് മോൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പം നിന്റെ ഈ പറച്ചിലും ഇപ്പം പ്രശ്നം മൊത്തം ആർക്കാണെങ്കിലും അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അല്ല, എന്നോട് പറയാത്ത എന്തെങ്കിലും കാര്യങ്ങള് ഇവിടെ നടക്കുന്നുണ്ടോ? അല്ല, നയനി ഇനി മോളോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആദർശേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കും അമ്മയുടെ മോള്. ഇതിനു മുമ്പ് അവര് കീരിയും പാമ്പും ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ആദർശേട്ടൻ ഇനി വഴിവിട്ട ബന്ധം നയിച്ചാലും അവൾ ആദർശേട്ടനെ വെറുക്കാനൊന്നും പോകുന്നില്ല, തള്ളിക്കളയാനും പോകുന്നില്ല. കാരണം അവള് ഹൃദയം കൊണ്ടാ അങ്ങേരെ സ്നേഹിക്കുന്നത്. എന്നാ തിരിച്ച് ആ സ്നേഹം ആത്മാർത്ഥതയും അദ്ദേഹത്തിന് അവളോടുണ്ടോന്നേ എനിക്ക് സംശയമുണ്ട്. നവ്യ മോളെ, നീ സത്യം പറ. നീ എന്തിനാ മോളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ കുഞ്ഞുമായിട്ട് ഇവിടുന്ന് പോകുന്ന സമയ. അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊന്നും ചോദിക്കരുതേ, വിഷമിക്കരുതേ. ഒരു കാര്യം ചെയ്യ, ബാ, അവര് വരാൻ സമയമായില്ലേ, അമ്മ അങ്ങോട്ട് ചെല്ല് എന്ന് പറയാണ്. ഞാൻ ചെല്ലാം. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങള് ഉരുതിരിയുന്നുണ്ട് മോളെ ഇതില്. അതുപോലെ തന്നെ നിനക്കും ആദർശ് മോനും എന്തോ പ്രശ്നമുണ്ട്. നീ എന്തിനാ ആദർശ് മോനെ ഇങ്ങനെ വെറുക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കി തരുന്നുമില്ല നീ. ആകെപ്പാടെ തലയ്ക്കൊരു പെരുപ്പ് തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനകി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ അവിടെ എങ്ങനെ നിന്ന് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. നവ്യക്ക് ഇതിന്റെ ഒന്നും കേസില്ലായിരുന്നു. നവ്യ എന്തിനും ഇതൊക്കെ പറയാൻ പോയത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ കനകയ്ക്ക് പ്രശ്നമായത്. ഈ സമയത്ത് പെട്ടെന്ന് കാണിക്കുന്നത് ഗോവിന്ദൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയും നയനയും അതുപോലെ തന്നെ എല്ലാവരും കൂടെ എത്തുകയാണ്. ആരെ കൊണ്ടുപോകാൻ? അഭിയുണ്ട് കേട്ടോ, നമ്മുടെ നവ്യനെ കൊണ്ടുപോകാനായിട്ട്. അപ്പം വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഗോവിന്ദനും കനകയും മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇവര് വരുന്നത് കണ്ടിട്ട് അപ്പൊ ജാനകിയും ദേവയാനിയും നയനയും നമ്മുടെ ജലജയും അഭിയും ആട്ടോ ഉള്ളത്. അപ്പൊ അങ്ങനെ അവര് വന്ന ഉടനെ തന്നെ നമ്മുടെ നയനയെ കെട്ടിപ്പിടിച്ച് കനക ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മുടെ കനക പറഞ്ഞല്ല, ആദർശിനെ കണ്ടില്ലല്ലോ, ആദർശേട്ടൻ വന്നില്ലമ്മേ. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, ആദർശിനെ ഞങ്ങളുടെ ഒപ്പം വരാനൊരു പ്രയാസം പോലെ. അയ്യോ, ആദർശല്ലേ അനന്തപുരി തറവാട്ടിലെ മൂത്ത കൊച്ചുമോന്. അതുകൊണ്ട് ആദർശിന്റെ സ്വന്തം കുഞ്ഞിനെ ലാളിക്കാൻ കഴിയാത്ത ഒരു വിഷമം ഉണ്ടായിരിക്കൂലേ? ഇനിയിപ്പൊ അങ്ങനെയുള്ള വിഷമമൊന്നും വേണ്ട. അങ്ങനെ വിഷമിച്ചിട്ടും കാര്യമൊന്നും ഇല്ല. അല്ല, ഇനി നിന്റെ മോള് പ്രസവിച്ചില്ലെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല. അവന് കുഴപ്പപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതെന്താ ജലജ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു, അമ്മ ഇങ്ങനെ ജലജ അല്ല, നമ്മുടെ അഭി പറഞ്ഞു, അമ്മ വായി വരുന്നൊന്നും വിളിച്ചു പറയാതെ
ദേ ഞാൻ നവ്യനെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ കവറും ഒക്കെ ആയിട്ടാട്ടോ പോകുന്നത്, ആ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നിൽക്കാതെ കയറി ഭാഗത്തേക്ക് എന്നും പറഞ്ഞ് ഇവരെല്ലാം അകത്തേക്ക് വിളിച്ച് കയറ്റുകയാണ്. അപ്പൊ കനക്ക് നമ്മുടെ ദേവയാനിയോട് ചോദിച്ചു, അല്ല ദേവയാനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശന്? അത് എന്നോട് ചോദിച്ചാൽ അത് സ്വന്തം മോളോട് ചോദിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു, എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദർശന്? ഏയ് ഒന്നുമില്ലച്ചാ. ഇല്ല എന്നൊന്നും പറയുമൊന്നും വേണ്ട. ആദർശ് മോനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ട്. ആദർശ് മോന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലാകും. അമ്മേ, ഇപ്പം ദേ വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ലല്ലോ, നവ്യേച്ചിനെയും കുഞ്ഞിനെയും വിളിച്ചോണ്ട് പോകാനല്ലേ. ആ നേരത്തെ കഴിക്കാനും കുടിക്കാനും ഒന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലേ? ഓ അത് ശരിയാണല്ലോ. ഇടി കനകെ, നീ ഇങ്ങനെ നിന്നാ മതിയോ? ചെല്ല്, എന്നിട്ട് കഴിക്കാനും കുടിക്കാനും ഒക്കെ എടുക്ക്. ആ സോറി, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് നേരെ കനക അകത്തേക്ക് കയറുകയാണ്. ഞാൻ കഴിക്കാനും കുടിക്കാനും എടുക്കാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും ജലജ ചോദിച്ചു, അല്ല കനകെ നിന്നെ, അല്ല നിങ്ങൾ വരുന്നില്ലേ അങ്ങോട്ടേക്ക്, അനന്തപുരി തറവാട്ടിലേക്ക്? വരുന്നുണ്ടെന്നേ മുത്തച്ഛൻ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയാണെങ്കിൽ നിങ്ങൾ വരണം, വരിക തന്നെ ചെയ്യണം, എന്നാലാണല്ലേ എല്ലാം കാണുകയുള്ളൂ കേൾക്കുകയുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ജാനകിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഏതായാലും ജാനകിയും ജലജയും കൂടി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തില് ഇവര് വന്നു കഴിയുമ്പോഴത്തേക്കും ചന്തുമോളെ കാണുമല്ലോ. അപ്പൊ കനക ചോദിച്ചു, അല്ല കനകയല്ല ഗോവിന്ദൻ ചോദിച്ചു, എന്ത് പറ്റി രണ്ടുപേരും ഒരു കുശുകുശുകലെ? ഏയ് ഒന്നുമില്ല, എന്റെ കൊച്ചുമോൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മോനെ കളിപ്പിക്കാൻ അവിടെ ആളുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയായിരുന്നു. അതാരാ ഇപ്പൊ അവിടെ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയും ഇന്നത്തെ എപ്പിസോഡ് തീരുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിനായിട്ട്. അപ്പൊ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.